ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ആദ്യം മിറാസോൾ ഒരു ഗോളിന്റെ ലീഡ് എടുക്കുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ ബാരിയലിന്റെ ഗോളിലൂടെ സാന്റോസ് സമനില നേടുന്നു. നെയ്മർ ജൂനിയർ ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത്. പക്ഷേ ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു അസിസ്റ്റ് സ്വന്തമാക്കി, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 6 കീ പാസുകൾ, 7 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 3 ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകളായിരുന്നു. 19 ഗ്രൗണ്ട് ഡുവലുകളിൽ 6 ഡുവലുകൾ വിജയിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ 9 ഡ്രിബിളുകൾ നടത്തി, അതിൽ 3 സക്സസ് ആയി. 3 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. 7.2 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത്. അതായത് സാന്റോസിന്റെ നിരയിൽ നല്ല രൂപത്തിൽ കളിച്ചത് അല്ലെങ്കിൽ കളിക്കാൻ ശ്രമിച്ചത് അത് നെയ്മർ ജൂനിയർ തന്നെയാണ്. അത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സീസണിൽ സാന്റോസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 20 മത്സരങ്ങളാണ് സാന്റോസിന് വേണ്ടി ഈ സീസണിൽ നെയ്മർ കളിച്ചത്. അതിൽ നിന്ന് 16 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 8 ഗോളുകളും 8 അസിസ്റ്റുകളും നെയ്മർ ഈ സീസണിൽ സാന്റോസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. നെയ്മർ തിളങ്ങിയാൽ മാത്രമാണ് സാന്റോസിന് രക്ഷയുള്ളത്. നെയ്മർ ഇല്ലാത്ത ഭൂരിഭാഗം മത്സരങ്ങളിലും സാന്റോസ് തോൽക്കുകയോ സമനില വഴങ്ങുകയോ ചെയ്യാറാണ് പതിവ്. നെയ്മറുടെ ഒരു ചിറകിലേറിക്കൊണ്ടാണ് സാന്റോസ് ഈ സീസണിൽ ഒരൽപ്പമെങ്കിലും മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുള്ളത്. 16 ഗോൾ പങ്കാളിത്തങ്ങൾ ഈ സീസണിൽ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.